പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. 2024 അവസാനത്തിലേക്ക് കടന്നു വരികയാണ്. പുതുവർഷം സ്വീകരിക്കാനുള്ള ആ ഒരു വലിയ ആഗ്രഹത്തോടെ നമ്മളായിരിക്കുകയാണ്. ഈ പുതുവർഷം ഒരു തീരുമാനമെടുക്കാനായിട്ട് നമുക്കൊന്ന് ആഗ്രഹിക്കാം. ഇന്ന് അതിനൊരു ചെറിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ നമ്മുടെ ഒക്കെ മിനിസ്ട്രി ഈശോയെ കാണിക്കുക എന്നുള്ളതാണ്. ഈശോയെ ചൂണ്ടിക്കാണിച്ച സ്നാപകൻ അവന്റെ മിനിസ്ട്രി പൂർത്തിയാക്കി. നമ്മുടെയും മിനിസ്ട്രി നമ്മുടെ ജീവിതം കൊണ്ട് ഈശോയെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ്. ഒരു കുടുംബജീവിതം നയിച്ചിരുന്ന ഒരു പ്രവാചികയായിരുന്നു അന്ന. 7 വർഷക്കാലം അവൾ ഭർത്താവിനോടൊത്ത് ജീവിച്ചു എന്നാണ് വചനം പറയുക. എത്ര വർഷമാണെങ്കിലും 7 ഒരു പൂർണ്ണതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആ പൂർണ്ണതയിലെ ശേഷം അവൾ ദേവാലയത്തിലായിരുന്നു. അപ്പോൾ തൻ്റെ അടുത്ത മിനിസ്ട്രി പൂർണ്ണമാകണമെങ്കിൽ ഈശോയെ കാണിക്കുന്ന മക്കളായി നമ്മൾ മാറണം. നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഈശോയെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.